അങ്ങനെ സിഹർ മുഖാന്തരം ഒരാളെ ആക്രമിക്കാൻ കഴിയുമോ? കഴിഞ്ഞേക്കാം. കഴിയുക എന്നുള്ളത് പ്രമാണവിരുദ്ധമല്ല. എല്ലാ സിഹർ കൊണ്ടും എല്ലാ സാഹചര്യങ്ങൾക്കും എല്ലാ മനുഷ്യന്മാരെ ആക്രമിക്കാൻ പറ്റുവെച്ചാൽ പറ്റിക്കൊള്ളുന്നില്ല. കാരണം സിഹറിൽ ഇടപെടുന്ന ശൈത്താനാണ്. ചിലപ്പോൾ ശൈത്താൻ ആവശ്യം ഈ സിഹർ ചെയ്യുന്ന ആളേക്കാൾ ചിലപ്പോൾ മറ്റവനായിരിക്കും. ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജോർജ് ബുഷിന് സിഹർ ചെയ്താൽ പോലെ, സദ്ദാമിനെതിരെ എടങ്ങാറുണ്ടാക്കുമ്പോൾ സിഹർ ചെയ്താൽ പോലെ, അത് ചിലപ്പോൾ ഫലിച്ചോളുന്നില്ല. കാരണം ശൈത്താൻ ചിലപ്പോൾ ആവശ്യം ഈ സിഹർ ചെയ്യുന്ന ലോക്കൽ മുസ്ലിയാനേക്കാൾ ആവശ്യം ആ ജോർജ് ബുഷിനായിരിക്കും. കാരണം ഓനെക്കൂടെ അതിലേറെ ചിത്രം ഉണ്ടാക്കാൻ പറ്റും, അവനെ ഉപയോഗിച്ച് അതിലേറെ ചിത്രം ഉണ്ടാക്കാൻ പറ്റും. ഇത് ശൈത്താനല്ലേ പണിയെടുക്കുന്നത്. ഇവിടെ തമിഴ്നാട്ടിലുണ്ട് ഒരു ഒരു PJ, അയാൾ വെല്ലുവിളിച്ചു, സിഹർ ചെയ്തിട്ട് എനിക്കൊരു പ്രയാസം ഉണ്ടാക്കിയത് 50 ലക്ഷം ദിനാം. ചിലപ്പോൾ ആ സിഹർ ഫലിച്ചോളുന്നില്ല. കാരണം ശൈത്താൻ അയാളെ കൊണ്ട് വലിയ ഉപകാരമുണ്ട്, അതുകൊണ്ട് ഒരു മുസ്ലിയാരെ കൂട്ടി വന്ന് ഒരു സാഹിറിനെ കൂട്ടി വന്ന് സിഹർ ചെയ്താൽ ശൈത്താനെ അനങ്ങൂല. എടാ അവിടെ നിൽക്കി, എനിക്ക് അന്നേക്കാൾ ആവശ്യം വരെയാണ്. കാരണം എന്താ, ആ മുസ്ലിയാരെ കൊണ്ട് ഖുറാഫിനെ കിട്ടുള്ളൂ, ഇയാളെ കൊണ്ട് തൗഹീദുള്ള മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ പറ്റും. അവിടെ എനിക്ക് ബലം വേണ്ടി, എന്റെ 50 ലക്ഷം ആവശ്യമില്ല എന്ന് ശൈത്താൻ തീരുമാനിക്കും. അപ്പൊ ശൈത്താന് പരമാവധി ആള് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ആരെയാണോ ഉപയോഗിക്കാൻ പറ്റുക അവനെ ഉപയോഗപ്പെടുത്തും. അപ്പൊ എല്ലാ സിഹറിനും എല്ലാ സാഹിറിനും എല്ലാ മസ്ഹൂറിനും എടുക്കാനുണ്ടാക്കാൻ പറ്റുവെച്ചാൽ പറ്റിക്കോളുന്നില്ല. എന്നാൽ സിഹർ കൊണ്ട് പ്രയാസമുണ്ടാക്കാൻ കഴിയുക എന്നത് പ്രമാണവിരുദ്ധമല്ല. അത് പ്രമാണം അംഗീകരിച്ചതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അഹ്ലുസുന്ന തർക്കമില്ലാത്ത വിധം ഈ കാലം അത്രയും അംഗീകരിച്ചു പോകുന്നതുമാണ്. അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു ആലിമ് പോലും സിഹർ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവരാരും അഭിപ്രായം രേഖപ്പെടുത്തായി കാണുക സാധ്യവുമല്ല. അല്ലാഹു അക്ബർ. ചോദിക്കാണ്ട് ഇങ്ങോട്ട് പോരും, അതല്ലേ സമയത്ത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഒരാൾക്ക് സിഹർ ചെയ്യാൻ കഴിയുമെന്ന് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? സിഹർ എന്നുള്ളത് പഠിച്ചെടുക്കലാണ്. കിതാബും സുന്നത്തൊക്കെ പഠിക്കുന്ന പോലെ, കരാട്ട പഠിക്കുന്ന പോലെ, നീന്തം പഠിക്കുന്ന പോലെ, ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ പഠിച്ചെടുക്കുന്ന ഒന്നാണ് സിഹർ. അത് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഉസ്താദ് ശൈത്താനാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വലാകിന്ന ശയാത്തിന കഫറു ബാക്കി യുഅല്ലിമൂന അന്നാസ സിഹർ. സൂറത്ത് ബഖറ 102. യുഅല്ലിമൂന അന്നാസ സിഹർ, ശൈത്താൻമാർ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിക്കുന്നു. അപ്പൊ ശൈത്താൻ ഉസ്താദ്, മനുഷ്യൻ ശിഷ്യന്. ശൈത്താൻ അല്ലെങ്കിൽ ജിന്ന് മനുഷ്യന്മാർക്ക് ഇടപെടുവച്ചില്ലേ, ഏറ്റവും വലിയ ഇടപെടുന്നത് അതാണ്. ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ശൈത്താനാണ് സിഹർ പഠിപ്പിക്കുന്നവൻ. കാരണം സിഹറിൽ സംഭവിക്കുന്നത് ശൈത്താനെ പൂജിക്കലാണ്. അതാണ് മൻ സഹറ ഫഖദ് അശ്റക. ആര് സിഹർ ചെയ്തോ അവൻ ശിർക്ക് ചെയ്തു. സിഹറാവണോ ശിർക്ക് ചെയ്തേ പറ്റൂ. ശൈത്താന്റെ ആവശ്യം ഒരാൾക്ക് പ്രയാസം ഉണ്ടാക്കലല്ല, അയാൾക്ക് സഹായം ചെയ്യലല്ല, അതുവഴി ഒരാളെയെങ്കിലും നരകത്തിലേക്ക് കൊണ്ടുപോകലാണ്. ശൈത്താന്റെ അജണ്ടതാണ് ഒരാളെ എങ്ങനെ ശിർക്ക് ചെയ്യിപ്പിച്ച് നരകത്തേക്ക് എത്തിക്കാൻ പറ്റും. അതിന് പറ്റാവുന്ന ഒരു സാഹിറിനെ കിട്ടിയാൽ ശൈത്താൻ അയാളെ ഉപയോഗപ്പെടുത്തും ഏജന്റായിട്ട്. അത് ചിലപ്പോൾ തങ്ങളായിരിക്കും, ചിലപ്പോൾ ബീവിയായിരിക്കും, ചിലപ്പോൾ ഹോജയായിരിക്കും, ചിലപ്പോൾ ദർഗയായിരിക്കും. ഏതാണെങ്കിലും ശൈത്താന്റെ ഏജൻസിയാണ്. ശൈത്താന്റെ ഏജൻസി തങ്ങളായാലും ശരി, ബീവിയായാലും ശരി, മുസ്ലിയായാലും ശരി, ശൈത്താന്റെ ഏജന്റാണ് ഈ വക പണിയുമായി നിൽക്കുന്നുവെങ്കിൽ അയാൾക്ക് ശൈത്താൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ നേക്കിനായി പഠിപ്പിക്കൂല, വേറെ ഒരു ശൈഖിനെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇയാൾ പറയും ഇജാസത്ത് പ്രകാരം ചികിത്സിക്കുന്നു. ഇജാസത്താണ് അനുമതി, സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ഏതാ? ശൈത്താൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇയാൾക്ക് ഇയാളെ ഉസ്താദ പഠിപ്പിച്ചു കൊടുത്തത്, ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തത്. മേലേക്ക് പോകുമ്പോൾ അവിടെ വലിയ ഉസ്താദ് ശൈത്താനായിരിക്കും, അവിടെ കൈമാറി പോകുന്നത്. അതാണ് ഇജാസത്ത്. അങ്ങനെ ഈ ശൈത്താനെ പൂജിച്ച് അവനെ പ്രീതിപ്പെടുത്തി അവന്റെ സ്വന്തക്കാരനായി ഈ നാട്ടുകാരെ ശിർക്കിലേക്ക് ഞാൻ എത്തിച്ചു തരാം എന്ന കരാറ് ഇവൻ ശൈത്താനുമായി ഉണ്ടാക്കുമ്പോൾ ശൈത്താൻ അവനെ സഹായിക്കുന്നു. എന്തിന്? 10 ആളെ നരകത്തിൽ കിട്ടാൻ വേണ്ടി. അങ്ങനെ ശൈത്താൻ ഇവൻ ഉദ്ദേശം കൊടുക്കുന്നു, എന്താ ചെയ്യേണ്ടത്. അപ്പൊ കോഴിമുട്ടമ്മ എഴുതും, കരിക്കമ്മൽ എഴുതും, പ്ലേറ്റിൽ എഴുതും. ഇതൊക്കെ ശൈത്താൻ പറഞ്ഞു കൊടുക്കുക. അതിന് വേറെ ചില വ്യാജന്മാരുണ്ട്, ഇതൊന്നും ഞാൻ വെറുതെ കുത്തിവെച്ചിട്ട് പൈസ വാങ്ങണം. ശൈത്താനും പറ്റിക്കുക, എന്നാലും ശൈത്താൻ ആയിക്കോട്ടെ പോട്ടെ, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പോട്ടെ, അത് എനിക്ക് അതായാലും മതി എന്ന് വിചാരിക്കായിരിക്കാം.
അപ്പൊ ഈ ശൈത്താനെ പ്രീതിപ്പെടുത്താൻ എന്ത് എഴുതണം എന്ന് വിചാരിച്ചപ്പോൾ കോഴിമുട്ടയിൽ വെറുതെ കുത്തിവരിക്കില്ല. വെറുതെ കുത്തിവരിക്കണമുണ്ട്, അത് വേറെ നമ്മൾ പറഞ്ഞല്ലോ. ചിലപ്പോ ഏകത്ത് അയച്ചു നോക്കിയാൽ വല്ല മഞ്ചുമുട്ടായിന്റെ പേപ്പറോ ഒക്കെ ഉണ്ടാവും, അത് മറ്റോ മഹാ ശൈത്താനെ പോലെ നമുക്ക് അങ്ങനാണ്. എന്നാൽ ശൈത്താനെ പോയിട്ട് ശരിയായ സാഹിർ, ശരിയായ സാഹികൾ ശരിയായിരുന്നതല്ല, ശൈത്താന്റെ ഒറിജിനൽ ഏജന്റായ സാഹിർ, അയാൾക്ക് ശൈത്താൻ നിർദ്ദേശം കൊടുക്കും. അപ്പൊ ശൈത്താനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ, ചിലപ്പോ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ, ചിലപ്പോ ആ നിലക്ക് ശിർക്കന്റെ വരികൾ അവൻ എഴുതാൻ നിർദ്ദേശിക്കും. അത് എഴുതും. എന്നിട്ട് ഇവനോട് പറയും, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടണം. ഓൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പൊ ശൈത്താന് വിവരം കിട്ടിയത് നമ്മൾ പറഞ്ഞ വഴിക്ക് ഓനെ കിട്ടിയിട്ടുണ്ട്. ഓൻ ശിർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്, അവന് ഈമാൻ പഴച്ചിട്ടുണ്ട്, അവൻ നരകത്ത് പോകാൻ തയ്യാറായിട്ടുണ്ട്, ഇനി ഓനെ ഇടങ്ങാറാക്കണ്ട. അപ്പൊ ശൈത്താൻ അവിടെ ഇടപെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ചിലപ്പോ പറയും ചുമരിൽ 2 ഓട്ടം ഉണ്ടാക്കണം. അപ്പൊ തങ്ങൾ വന്നിട്ട് പറയും, നിങ്ങൾ അസുഖം മാറാൻ ഒരു പ്രശ്നമില്ല, ഇവിടെ 2 ഓട്ടിട്ടാൽ മതി. നമ്മളേക്ക് എന്താ ഓട്ടന്റെ കുഴപ്പമില്ലല്ലോ, പോക്ക് വരവ് എന്നാ പറയാം. ശൈത്താന് പോകാനും വരാനും ഓട്ടം, ശൈത്താന് പോകാനല്ല, ശൈത്താൻ നമ്മളെ ഈമാൻ കൊണ്ട് പോകാനാണ്. ഈ ഓട്ട ഇടുമ്പോൾ ശൈത്താൻ എന്ത് ചെയ്യാണ്, ഒരു ഐഡന്റിറ്റി വാങ്ങുകയാണ്. ആ മെമ്പർഷിപ്പ് എടുത്തു, തെളിവെന്താ, ഇവിടെ 2 ഓട്ട കാണണം. അപ്പോൾ തെളിഞ്ഞു, ഉറപ്പായി മറ്റൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, നമ്മളെ വഴിക്ക് വന്നിട്ടുണ്ട്, ഇനി ഓനെ എടുക്കാറാക്കണ്ട. അതാണ് സംഭവിക്കുന്നത്. ചിലപ്പോ കുപ്പി കൊടുക്കും, ഇത് അവിടെ മേലെ തൂക്കിയിടണം. ഇതെന്തിനാ? ശൈത്താൻ ഇത് നോക്കിയിട്ട് അത് കുപ്പി വെള്ളം കുടിക്കാനൊന്നുമല്ല. ഈ കുപ്പി കാണുമ്പോ കുപ്പിയിൽ എന്താ ഉള്ളത്? ഇവൻ പറഞ്ഞു കൊടുത്ത വചനങ്ങൾ എന്തോ, ശിർക്കിന്റെ വചനങ്ങൾ, ഇസ്ലാമിനെ പരിഹസിക്കുന്ന വചനങ്ങൾ, ഖുർആനെ പുച്ഛിക്കുന്ന വചനങ്ങൾ, ഇതൊക്കെ എഴുതാം. അപ്പൊ ശൈത്താനെ മനസ്സിലായി, ഞാൻ പറഞ്ഞ വഴിക്ക് മറ്റൊന്ന് അയാളും പിടിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇവനെ ഏജന്റായി അംഗീകരിക്കാം, ഓനെ വിശ്വസനായ ഏജൻസിയാണ്. അപ്പൊ എന്തൊരു ഓതറൈസ്ഡ് ഏജന്റായി മാറി. അപ്പൊ ഓനെ അംഗീകാരം കിട്ടി. പിന്നെ അവനെ ഉപയോഗിച്ച് നാട്ടിനെ പിടിക്കും. ആ തങ്ങളെടുത്ത് പോയാൽ മതി, തങ്ങളുടെ പറഞ്ഞ പോലെയാണ് എന്ന് പറയും. പിന്നെ തങ്ങളെടുത്ത് പോയ ഇവൻ ഏജന്റായി മാറും. ഇതിന് അസുഖം വന്നു, കുറെ പ്രാർത്ഥിച്ചു, പല ചികിത്സ നടത്തി, മെച്ചല്ല. അവസാനം പലരും പറഞ്ഞു, വേണം അവിടെ പോയൊക്കെ തങ്ങളെടുത്ത്. മനമില്ല മനസ്സോടെ പോയി. ചെന്നപ്പോ തങ്ങൾ ചോദിച്ചു, കുറെ കാലമായിട്ട് വയറുവേദന ഉണ്ടല്ലേ ചോദിച്ചു. ഇപ്പം ബേജാറായി പോയി. ഇവനാകെ ബേജാറായി, ഇതെങ്ങനെ തങ്ങൾക്കറിഞ്ഞു? അപ്പൊ ഒരു വിശ്വാസമായി. തങ്ങൾ ഒരു ഉറുക്കോ ഏലസോ ചരടോ എന്തെങ്കിലും കൊടുക്കും, ഇതോടെ കെട്ടിക്കോ, ഒരു പേടിയും വേണ്ടായി. അത് കെട്ടി പ്രശ്നം മാറി. കാരണം ഇത് സിഗ്നലാണ്, ഈ ഏലസ് സിഗ്നലാണ്, ശൈത്താനുള്ള കോഡാണ്. ഇതാ ഞാൻ ശിർക്കിന്റെ അഹ്ലുകാരനായിട്ടുണ്ട്, ഇനി എന്നെ ഇടങ്ങാറാക്കണ്ട. ഇതാണോ സംഭവിക്കുന്നത്? അങ്ങനെ പിന്നെ ഇവൻ 2ാമത് അസുഖം വന്നാൽ, 1ാമത് വന്നപ്പോൾ കുറച്ചു കാലം പ്രാർത്ഥിച്ചിരുന്നു, 2ാമത് വന്ന ആ പ്രാർത്ഥന ഉണ്ടാവില്ല. അന്ന് അവിടെ പോയിട്ടാ മാറിയത്, അവിടെ പോയി നോക്കുകയാണ്. പിന്നെ നേരെ അങ്ങോട്ടായി. പിന്നെ ഇവൻ ഏജന്റ് ആകും, ഇവൻ അറിയാതെ. അയൽവാസിക്ക് അസുഖം വന്നാൽ ഇവൻ പറയും, ഞാൻ അവിടെ പോയിക്കോ പറയും. കുടുംബത്തിൽ ആർക്ക് അസുഖം വന്നാലും ഇവൻ ആളെ പറഞ്ഞേക്കും. ഇവൻ ഏജന്റായി മാറി. ആ ഓരോരുത്തരും ഏജന്റായി മാറി. ഒരാളെ സഹായിക്ക വഴി 10,000 ചുരുക്കിക്കൊണ്ടുപോകുന്ന നെറ്റ്വർക്കാണ്. മണീഷയിൽ പോലുള്ള നെറ്റ്വർക്കാണ്. ഒരുത്തൻ ഒരാളെ ചേർക്കുന്നു, ഓൻ 10 ആളെ ചേർക്കുന്നു, ഓൻ 10 ആളെ ചേർക്കുന്നു. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നാട്ടുകാരെ മൊത്തം ശിർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ ഏജന്റ് വളരുന്നതനുസരിച്ച് ശൈത്താൻ സഹായം കൊടുക്കും. ലോകം മൊത്തമുള്ള മനുഷ്യന്മാരെ അവിടെ എത്തിക്കും. അതാ അമ്മയും ബാബയൊക്കെ ചെയ്യണത്, അതാ അമ്മയും ബാബയും ചെയ്യണത്. ഏതെല്ലാം ഭാഷക്കാരും ദേശക്കാരും അവിടെ വരുന്നവരെയോ, അതെന്താ അത്രയേറെ ഉപകാരം മുതൽക്കൊണ്ടുണ്ട്. അപ്പൊ അതാണ് സിഹിർ. ആ സിഹിർ പഠിച്ച് ശൈത്താനെ പൂജിച്ച് ശരിയായ സാഹിറായി മാറുമ്പോൾ പിശാചും അവനും തമ്മിൽ കരാറുണ്ടാക്കുന്നു. ആ കരാറ് പ്രകാരം ശൈത്താനെ ചെയ്യാൻ പറ്റിയ വഴികളൊക്കെ ഓൻ ചെയ്തു കൊടുക്കുന്നു. അവിടെ അത് പൊളിക്കാനുള്ള വഴികൾ 3 വഴിയാണുള്ളത്. 3 വഴി. ഒന്ന്, ഇവൻ ശൈത്താനെ ഉപയോഗിച്ച് സിഹിർ ചെയ്താൽ അതിനേക്കാളും നമ്മൾ ശൈത്താനെ ഉപയോഗിച്ച് തിരിച്ച് അങ്ങോട്ട് ചെല്ലുക. പക്ഷെ നമ്മൾ കാസറായി പോകും. കാരണം 2 ശൈത്താന്മാരുടെ ലക്ഷ്യം നമ്മളെ ചുരുക്കി കൊണ്ടുപോകാനാണ്. അവൻ എനിക്ക് സിഹിർ ചെയ്തു, ഒരു ശൈത്താനെ പിടിച്ചിട്ട്. അപ്പൊ നമ്മുടെ ദൈവം വലിയ ശൈത്താനെ പിടിക്കാം. നമ്മളല്ലോ ഒരു ലോക്കൽ പാർട്ടി മെമ്പർമാരെ ശല്യം ഉണ്ടെങ്കിൽ മേലിന് മന്ത്രിയെ കൂടെ വിളിപ്പിക്കാം. അപ്പൊ ഓൻ പറയും, ഓൻ്റെ സ്വന്തം ആളാണ്, ആണ് ഓനെ ഇടങ്ങാറാക്കണ്ട, തൽക്കാലം വിടും. ഈ പണിയെടുക്കുക. അതാണ് തങ്ങളും ദൈവമൊക്കെ ചെയ്യണത്. അവിടെ ചെല്ലും, തങ്ങൾ വേറെ എഴുതി കൊടുക്കും, ഇതവിടെ വെച്ചോയി അവൻ മറ്റ് കൊടുക്കും. കാരണം എന്താ, ഈ ശൈത്താന് മറ്റേ ശൈത്താന് വീലം കൊടുക്കും. ഞാൻ എന്റെ ആവശ്യം ഓ ശിർക്ക് പോകലല്ലേ, അത് എളുപ്പമാകത്ത് ഞാൻ ഇവിടെ നേടിയിട്ടുണ്ട്, ഇവിടെ ഓനെ ഇടങ്ങാറാക്കണ്ട. ആ ശരി, എന്നാ ഞാൻ മാറിക്കാം. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പാടില്ല, നമുക്കത് ചെയ്യാൻ പാടില്ല.
അപ്പൊ ഒന്നാമത്തെ വഴി അത്, പക്ഷെ ചെയ്താൽ ശിർക്കായി, സ്വർഗം നഷ്ടമായി, ഈമാൻ നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ വഴി, ശിർക്ക് ചെയ്യാൻ ഉപയോഗിച്ച വഴികൾ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തകർക്കുക. അതാണ് വിശ്വാസമാ തങ്ങളുടെ വിഷയത്തിൽ ഉണ്ടായത്. വാർന്നിട്ട മുടിയും ചീർപ്പും ഈറ്റപ്പനയുടെ പാറയും ഉപയോഗിച്ചുകൊണ്ട് സിഹ്ർ ചെയ്തു. അത് മലക്കുകൾ മുഖേന വിവരം കിട്ടി നിബിധങ്ങൾക്ക്. നിബിധങ്ങൾ സഹാബത്തിനെ പറഞ്ഞയച്ചു. അത് കണ്ടെത്തി ആ കിണർ മൂടിക്കളഞ്ഞു. അതോടെ പ്രശ്നം തീർന്നു. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ അത് അറിയാൻ നിർവാഹമില്ല. ആരാ ചെയ്ത്, എങ്ങനെ ചെയ്ത്, എവിടെ ചെയ്ത് അറിയാൻ നിർവാഹമില്ല. അപ്പോൾ അത് സാധാരണഗതിയിൽ പ്രാപ്യമല്ല. നമുക്കുള്ള വഴി ഇവന്റെ ആവശ്യം എന്നെ ശിർക്കിലേക്ക് കൊണ്ടുപോകലാണ്. അതുകൊണ്ട് തൗഹീദ് ഒന്നും കൂടെ ഉറപ്പിക്കുക, ഈമാൻ ഉറപ്പിക്കുക, റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക, ദിക്റും ദുആയും തസ്ബീഹും സലാത്തും വർദ്ധിപ്പിക്കുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, റുഖയ്യ നടത്തുക. ഇത്രയും ആകുമ്പോൾ ശൈത്താനെ മനസ്സിലാകും ഇവനെ ഇടങ്ങാറാക്കിയിട്ട് കാര്യമില്ല. അവൻ വീട്ടിൽ ഓട്ടയുണ്ടാക്കൂല, അവൻ കുപ്പിങ് കുഴിച്ചിടൂല, അവൻ ഒരു പണിക്കോനെ കിട്ടൂല. അവന്റെ പിന്നാലെ പോയി എന്റെ സമയം പോകുക എന്നല്ലാതെ അതേക്കാൾ നല്ല അപ്പുറത്തൊരു ഖുറാഫുണ്ട്, ഓന്റെ വീട്ടിൽ പോയാൽ കുടുംബത്തെ മൊത്തം പിടിക്കാൻ പറ്റും, ഞാൻ അങ്ങോട്ട് പോവുക, ഓൻ മാറിക്കൊടുക്കും. അപ്പൊ പ്രശ്നം തീരും. ഉമർ ഖത്താബ് റളിയല്ലാഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് മറ്റൊരു വഴിക്ക് വഴി മാറിപ്പോകുമെന്ന് ഇമാം ബുഖാരി ഹദീസിലുണ്ട്. തണ്ടും തരം കണ്ട് പേടിച്ചിട്ടല്ല, ഈമാൻ കൊണ്ട് പേടിച്ചിട്ടാണ്. അങ്ങനെ ഓൻ മാറിപ്പോകണം. എല്ലാരും പറയും തങ്ങളടുത്ത് പോയാൽ മതി, എനിക്ക് തങ്ങൾ വേണ്ട, ഞാൻ ഇങ്ങനെ മരിച്ചാലും ശരി ശിർക്കിന് ഞാനില്ല. ഒരു ഓട്ട് ഞാൻ ഇടൂല വീട്ടില്, ഒരു കുപ്പയും കുഴിച്ചിടൂല, ഒരു ചരടും എനിക്ക് വേണ്ട, ഒരു നൂലും എനിക്ക് വേണ്ട, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹ് മതി. അവിടെ ഉറച്ചാണ് തന്നാൽ ഏത് ശൈത്താന്മാർ ഇബ്ലീസ് ഒന്നിച്ച് നേരിട്ട് വന്നാലും ശരി നടക്കൂല. ഏറ്റവും വലിയ സ്പെഷ്യൽ ഓപ്പറേഷനാണ് ഇബ്ലീസ് നേരിട്ട് വരാണ്. അതിനകത്തിന് ഓൻ വരൂല, മക്കളെ പറഞ്ഞേക്കുള്ളൂ. വലിയ കാര്യപ്പെട്ട ഓപ്പറേഷൻ ആണെങ്കിൽ ഇബ്ലീസ് നേരിട്ട് ഇടപെടും, അല്ലെങ്കിൽ മക്കളെ പേരക്കുട്ടികളൊക്കെ പറഞ്ഞേക്കും. ആര് വന്നാലും ശരി ഇല്ല, ഞാൻ ഇളകൂല, എനിക്ക് എന്റെ റബ്ബ് മതി. ആ റബ്ബിൽ ചേർന്ന് നിന്ന് തൗഹീദ് ഉറപ്പിച്ച് ഈമാൻ ഉറപ്പിച്ച് തവക്കുലാക്കി അവിടെ നിന്നാൽ ഒരു ശൈത്താനും പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൻ തോറ്റ് ഒന്നിട്ട് പോകും. ഈ തോറ്റിനായിരിക്കാം ജീവിതകാലം ആ ശല്യം കൊണ്ട് നമ്മൾ കഴിച്ചു കൂട്ടി, നമുക്ക് അതും പ്രതിഫലാർഹമാണ്. ജീവിതകാലം മുഴുവൻ ശല്യം ഉണ്ടായി ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, ശിർക്കിൽ ഞാനില്ല. ക്യാൻസർ വന്നു, എല്ലാ ഹോസ്പിറ്റലും പോയി, ഒരുപാട് പണം ചെലവഴിച്ചു, ഒരുപാട് ചികിത്സ മാറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. റബ്ബിന്റെ പരീക്ഷണം എന്നതുപോലെ ഒഴിഞ്ഞു പോകുന്നില്ല. വീട്ടില് മക്കൾക്ക് പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം, ഉമ്മാക്ക് പ്രശ്നം, എവിടെയും പ്രശ്നം ആയിക്കോട്ടെ, അൽഹംദുലില്ലാ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ തൗഹീദിന് പോവോ എന്ന് റബ്ബ് നോക്കിയാണ്. ഇല്ല, പോവില്ല. അബൂദർ ഗിഫാരിയോട് നബി തങ്ങൾ നൽകിയ ഉപദേശം അതാണ്. നിന്നെ കഷ്ണം കഷ്ണമാക്കി മുറുക്കപ്പെട്ടാലും ശരി, നിന്റെ കൈ കാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാലും ശരി, അബൂദറെ നീ ശിർക്ക് ചെയ്യരുത്. ആ ഉപദേശം നമ്മൾ ഏറ്റെടുക്കുക, അതാണ് വേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റുഖയ്യ എന്ന് പറഞ്ഞാൽ മന്ത്രം. അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ധാരാളം മന്ത്രങ്ങളുണ്ട്. നിത്യജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മന്ത്രങ്ങളുണ്ട്. പ്രത്യേകമായ രോഗങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങളുണ്ട്. ആ വക മന്ത്രങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അത് രോഗം വരുമ്പോൾ മാത്രമല്ല. മന്ത്രം എന്നത് ഒരു ആയുധമാണ്. ആയുധം എപ്പോഴും കയ്യിലേന്തേണ്ടതാണ്. കാരണം പിശാച് എപ്പോഴും പിഴപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന ശൈത്താനുക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അത് ശത്രുവായി തന്നെ കാണുക. അപ്പൊ ശത്രു പിന്നാലെ ഉണ്ടെങ്കിൽ എപ്പോഴും ആയുധം കയ്യിലേന്തുക. ആ ആയുധമാണ് മന്ത്രങ്ങൾ. ആ മന്ത്രമുണ്ടോ അവനടുക്കാൻ കഴിയില്ല. അതൊരു വലയമാണ്. ബിസ്മില്ലാ അതൊരു വലയമാണ്. ഇനി ഞങ്ങൾ പറഞ്ഞല്ലോ, വാദം എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, പാത്രം മൂടി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. എന്താ കാരണം? അള്ളാഹുവിന്റെ പേരും പറഞ്ഞടുത്താൽ പിന്നെ ഓനോട് ഇടപെടാൻ കഴിയില്ല. അള്ളാഹുവിനെ സ്മരിച്ചാൽ അതൊരു പ്രൊട്ടക്ഷനാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലി കഴിച്ചാൽ പിശാച് പറയും നമുക്കിനി ഭക്ഷണമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കിടന്ന് അവൻ പറയും നമുക്കിനി ഇവിടെ യാപ്പാർക്കാൻ കഴിയില്ല. ആ നിലയ്ക്കുള്ള പ്രൊട്ടക്ഷനുകൾ, രോഗം വരുമ്പോൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങൾ സ്വയം ചെയ്യാം, ഭാര്യയ്ക്ക് ചെയ്തു തരാം, ഭർത്താവിന് ചെയ്തു കൊടുക്കാം, മക്കൾക്ക് ചെയ്യാം, മാതാപിതാക്കൾക്ക് ചെയ്യാം, ആർക്കും ചെയ്യാം. ആ നിലയ്ക്കുള്ള മന്ത്രങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. രോഗം വരുമ്പോൾ പ്രത്യേകിച്ചും അതിൽ പഠിപ്പിക്കപ്പെട്ട പ്രത്യേകം ദുആകളുണ്ടെങ്കിൽ അത് പ്രത്യേകം ശരിക്കുക. ഫാത്തിഹ അതിൽപ്പെട്ട ഒന്നാണ്. ആയത്തുൽ കുർസി, ആമന റസൂലു, ഫലഖ് നാസ് സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, ഇവയെല്ലാം അങ്ങനെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടവയാണ്. പ്രത്യേകം അതിൽ പഠിപ്പിക്കപ്പെട്ട മറ്റു മന്ത്രങ്ങൾ അവയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി